مولاي على حبيبك خير الخلق كلهم. الله سبحانه وتعالى വിശുദ്ധമായ റബീഉൽ അവ്വൽ പ്രമാണിച്ച് നാം നടത്തിക്കൊണ്ടിരിക്കുന്ന വിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവിടുത്തെ പറ്റിയുള്ള വിവിധങ്ങളായ പഠനങ്ങൾ, അധ്യാപനങ്ങൾ എല്ലാം അല്ലാഹു സ്വീകരിക്കട്ടെ. ഇതൊക്കെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മഹബ്ബത്ത് വർദ്ധിക്കാൻ അല്ലാഹു നമുക്കൊരു കാരണമാക്കി തരട്ടെ. അവിടുത്തെ ജീവിതം നമ്മുടെ ജീവിതത്തിൽ പകർത്താനും അത് മറ്റുള്ളവർക്ക് പകരാനും ഒക്കെ അല്ലാഹു ഭാഗ്യം പ്രദാനം ചെയ്യട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയവർക്കൊക്കെ അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ. ഒരുപാട് രോഗികൾക്കായി ദുആ ചെയ്യാൻ പറഞ്ഞു. അല്ലാഹു എല്ലാവരുടെ രോഗങ്ങളും നീക്കി നല്ല ആരോഗ്യമുള്ള ദീർഘായുസ്സിന് പ്രദാനം ചെയ്യട്ടെ. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നാം ഇന്ന് ചർച്ചയ്ക്ക് വെക്കുന്നത്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ദിവസം, ടൈം ടേബിൾ, ഹബീബിന്റെ ഒരു ദിവസത്തെ സമയക്രമീകരണം എങ്ങനെയായിരുന്നു, ഇതാണ് നമ്മുടെ ചർച്ച. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാത്രിയെ 3 വിഭജിക്കും. അതിലെ അവസാനത്തെ ഭാഗം മുഴുവൻ ഇബാദത്തിനായിരുന്നു. ഒരു എബൌട്ട് പറഞ്ഞാൽ ഒരു 2:30-3 മണി മുതൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരാധനയ്ക്ക് വേണ്ടി, ഇബാദത്തിന് വേണ്ടി മാത്രം നിസ്കാരം, ദിക്റുകൾ, ഖുർആൻ പാരായണം, ഇതിനു വേണ്ടി മാത്രം ചെലവാക്കുമായിരുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1-ാം ഭാഗം കഴിഞ്ഞു. 2-ാം ഭാഗം കഴിഞ്ഞാൽ 3-ാമത്തെ ഭാഗം വളരെ നേരത്തെ എണീക്കുമ്പോൾ വളരെ നേരത്തെ എണീക്കുമായിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എണീക്കുമ്പോൾ ദിക്ർ നമുക്കൊക്കെ അറിയാം, നമുക്കൊന്ന് കൂടെ ചെല്ലാം. അൽഹംദുലില്ലാഹില്ലദീ أحياني بعدما أماتني وإليه النشور. الحمد لله. الله كان സ്തുതി. الذي أحياني, എന്നെ ജീവിപ്പിച്ച, بعدما أماتني, എന്നെ മരിപ്പിച്ചതിന്റെ ശേഷം. എന്ന് വെച്ചാൽ ഉറക്ക് സത്യത്തിൽ ഒരു മരണം പോലെയാണ്. അതിനുശേഷം വീണ്ടും എന്നെ ജീവിപ്പിച്ച അല്ലാഹുവിനാണ് സർവസ്തുതിയും. അവനിലേക്ക് തന്നെയാണ് മടക്കവും ഉള്ളത്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്കിൽ നിന്ന് എണീറ്റാൽ പെട്ടെന്ന് പോകില്ല. ഹബീബിന്റെ ഒരു റൊട്ടീൻ, ഒന്ന് എണീറ്റ് ഈ ദിക്റൊക്കെ ചൊല്ലി ഒരല്പസമയം ഇരുന്ന് പിന്നെ വളരെ പെട്ടെന്ന് എണീക്കും. എണീറ്റ് പോകുമ്പോഴേക്ക് വളു എന്ന് പറയും. വളു എന്ന് പറഞ്ഞാൽ വളു എടുക്കാനുള്ള വെള്ളം, അതിനാണ് വളു. ആ വളുവും അറാഖും ഒക്കെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖാദിമീങ്ങളായിരുന്ന അനസ് തങ്ങൾ അല്ലെങ്കിൽ റബീഅ തങ്ങൾ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണീറ്റ് തന്റെ ഖാദിമീങ്ങൾ എടുത്തു വെച്ച ആ വെള്ളം അതെടുത്ത് ഇടതുകാല് വെച്ച് ബാത്റൂമിലോട്ട് കയറും. കയറിയ ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വുളു എടുക്കുകയോ ബ്രഷ് എടുക്കുകയോ ഒക്കെ ചെയ്യുന്നതിന്റെ മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം 2 കൈയൊന്ന് കഴുകും. അത് പ്രത്യേക ഒരു സുന്നത്താണ്. നമ്മൾ ബാക്കി എന്ത് ചെയ്യുന്നതിന്റെ മുമ്പും ആദ്യം നമ്മുടെ 2 കൈയൊന്ന് കഴുകണം. എന്താ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉറങ്ങി എണീറ്റാൽ അവനിക്കറിയില്ലല്ലോ അവന്റെ കൈ ഉറക്ക സമയത്ത് എവിടെയെല്ലാമാണ് വെച്ചത്.
അതുകൊണ്ട് വുദൂഇന്റെയും ബ്രഷിന്റെയും ഒക്കെ മുമ്പ് എണീറ്റ ഉടനെ രണ്ട് കൈയുമൊന്ന് കഴുകുമായിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ വുദൂ എടുക്കുമ്പോൾ പ്രഭാത വുദൂഇന്റെ സമയത്ത് ഹബീബ് പ്രത്യേകം തന്റെ ലിഹിയത്ത് താടി തിക്കകറ്റി കഴുകാൻ ശ്രമിച്ചിരുന്നു. എപ്പോഴും താടിയുള്ളവർ താടി തിക്കകറ്റി കഴുകൽ വളരെ പ്രാധാന്യമുള്ളതാണ്. പക്ഷെ രാവിലെ സമയത്ത് പ്രഭാത വുദൂഇൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് പ്രത്യേകം പരിഗണിച്ചിരുന്നു. അങ്ങനെ വുദൂ എടുക്കുമ്പോൾ അതിന്റെ ആദ്യം മിസ്വാക്ക് ചെയ്യും. ഓരോ വുദൂഇന്റെ സമയവും മിസ്വാക്ക് ചെയ്യൽ പ്രത്യേകം സുന്നത്തുള്ളതാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓരോ വുദൂഇനും പ്രത്യേകം മിസ്വാക്ക് സുന്നത്തുണ്ട്. ലൗലാ അയശുക അലാ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിന് പ്രയാസമില്ലായിരുന്നുവെങ്കിൽ എല്ലാ നിസ്കാര സമയത്തും ലഅമർതുഹും ബിസ്സിവാക്, മിസ്വാക്ക് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു മുഹമ്മദ് മുസ്തഫ. എവിടുന്നാണ് മിസ്വാക്ക് തുടങ്ങേണ്ടത്? വലതുഭാഗം മേലെ ഇങ്ങനെ കഴിഞ്ഞ് പിന്നെ പിന്നെയാണ് ഇടതുഭാഗത്തേക്ക് ബ്രഷ് ചെയ്യുന്നത് പോലും വലതുഭാഗത്തിൽ നിന്ന് ആരംഭിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബ്രഷ് ചെയ്യുമ്പോ പല്ലിന്റെ പിൻവശവും പുറംഭാഗം മാത്രമല്ല ഉള്ളും പിൻവശവും പ്രത്യേകം ബ്രഷ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. ബ്രഷ് ചെയ്യുമ്പോഴൊക്കെ ലിസാൻ, നാവ് പഠിക്കാൻ, പല്ല് മാത്രമല്ല വൃത്തിയാക്കേണ്ടത്. അറബിയിൽ പ്രയോഗം പോലും അങ്ങനെയാണ് വരുന്നത്. നമ്മൾ പല്ല് വൃത്തിയാക്കുമ്പോൾ അതിന്റെ കൂടെ നാവും വൃത്തിയാക്കണം. പ്രത്യേകം സുന്നത്താണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമുക്ക് ഭാഗ്യം പ്രദാനം ചെയ്യട്ടെ. അപ്പൊ ഹബീബിന്റെ ബ്രഷ് ചെയ്യലിൽ നമ്മൾ പഠിക്കേണ്ടത് വലതുഭാഗം, പിന്നെ ഉൾഭാഗം, പിൻഭാഗവും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബ്രഷ് ചെയ്യും. പിന്നെ നാവും വൃത്തിയാക്കുമായിരുന്നു. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീടിന്റെ പുറത്ത് പോയിട്ടാണ് ഇതൊക്കെ ചെയ്യാം. ഇതൊക്കെ കഴിഞ്ഞ് വീണ്ടും വലത് കാല് വെച്ചിട്ട് വീട്ടിലേക്ക് കയറും. പോയി നമ്മളത് ശ്രദ്ധിക്കണം. നമ്മളത് റഫലത്തിൽ അങ്ങ് കയറി പോകരുത്. വീട്ടിലേക്ക് കയറുമ്പോ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലത് കാല് വെച്ച് കയറും. ഇതൊക്കെ എപ്പോഴാണ്? സുബ്ഹിക്ക് മുമ്പ് 2:30-3 മണിക്ക് ഹബീബ് എണീറ്റ് വൃത്തിയായി വരുന്ന രൂപമാണ് നമ്മൾ പറയുന്നത്. അങ്ങനെ സുബ്ഹിക്ക് മുമ്പ് സുന്നത്ത് നിസ്കരിക്കാൻ തുടങ്ങും. കിതാബുകൾ ഉദ്ധരിക്കുന്നത് കൈഫ ശാഅ വകൈഫ ഫുരിമ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്രയാണോ ഉദ്ദേശിക്കപ്പെടുന്നത് അത്ര റക്അത്ത് നിസ്കരിക്കും. എത്രയാണോ ഹബീബിന് ഓർഡർ വരുന്നത് അത്ര. ചിലപ്പോൾ അത് 11 ആയിരിക്കും, ചിലപ്പോൾ അതങ്ങനെ നൂടും. ചിലപ്പോ ആ സമയത്തുള്ള സുജൂദിനെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലി സുജൂദ് നീണ്ടിട്ട് ആയിഷത്ത് റളിയല്ലാഹു അൻഹ പറയാണ്, ഞാൻ ഹബീബ് മരിച്ചോന്ന് വിചാരിച്ചു പോയിരുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബിന്റെ വഫാത്ത് സംഭവിച്ചു പോയോ, അത്രമേൽ വലിയ സുജൂദ് ആ സമയത്ത് ചെയ്യുമായിരുന്നു. ഏറ്റവും കൂടുതൽ റക്അത്തുകൾ വർദ്ധിപ്പിക്കുമായിരുന്നു. എത്ര റക്അത്ത് വർദ്ധിപ്പിച്ചാലും അവസാനം, ഒരു രാത്രിയുടെ അവസാനം ഹബീബ് നിസ്കരിച്ചിരുന്നത് വിത്റായിരുന്നുവെന്ന് കിതാബുകളിലുണ്ട്. തഹജ്ജുദിന്റെയും ശേഷമാണ് വിത്ർ നിസ്കരിക്കാറ്. നമ്മൾ സുബഹിക്ക് മുമ്പ് എണീക്കും എന്ന് ഉറപ്പുണ്ടെങ്കിൽ, അത് നമ്മുടെ റുട്ടീനായി മാറിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് തഹജ്ജുദും കൂടെ നിസ്കരിച്ചിട്ട് വിത്ർ നിസ്കരിക്കലാണ്. ഹദീസുണ്ട്, ഇജ്അലൂ ആഖിറ സ്വലാത്തികും ബില്ലൈലി വിത്റാ. ഒരു ദിവസത്തിന്റെ അവസാനത്തെ നിസ്കാരം വിത്റാകണമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. തഹജ്ജുദും കഴിഞ്ഞിട്ടാണ് വിത്ർ നിസ്കരിക്കുക. പക്ഷെ ഉറങ്ങി പോകുന്ന പേടിയുണ്ടെങ്കിൽ നേരത്തെ തന്നെ വിത്ർ നിസ്കരിച്ചോട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അങ്ങനെ വിത്ർ നിസ്കാരം കഴിഞ്ഞാൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഗ്ലാസ് വെള്ളം എടുക്കും. ആ വെള്ളത്തിൽ 1 ടീസ്പൂൺ തേന് കലക്കും. ആദ്യമായിട്ട് ഹബീബിന്റെ വയറ്റിലെത്താറുള്ളത്
മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തേൻ കലക്കിയ ഒരു ടീസ്പൂൺ തേൻ കലക്കിയ ഒരു ഗ്ലാസ് വെള്ളം എടുത്തത് കുടിക്കും. വെറും പച്ചവെള്ളം കുടിച്ചതായിട്ട് റിപ്പോർട്ടുകളിലൊന്നും കാണുന്നില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതും ബാരിദായ, കാരണം നോർമൽ വെള്ളം ഉണ്ടാവുമല്ലോ, തണുപ്പിക്കുകയോ ചൂടാക്കുകയോ ചെയ്യാത്ത ബാരിദായ വെള്ളം ഒരു ഗ്ലാസ് എടുത്ത് അതിലൊരു ടീസ്പൂൺ തേൻ കലക്കിയിട്ടായിരുന്നു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യം കുടിച്ചത്. അല്ലാഹു ഭാഗ്യം നൽകട്ടെ. അതൊക്കെ സുബഹി വാങ്ക് കൊടുക്കുന്നതിന് മുമ്പ്. ഇപ്പോൾ സുബഹി വാങ്ക് കൊടുത്തിട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അത് കുടിച്ചിട്ട് ഹബീബ് ഒരു ഇരുത്താൻ കുറച്ചു നേരം ഇങ്ങനെ ഇരുന്നിട്ട് മുഹാസബ നടത്തുമായിരുന്നു. വളരെ സുന്നത്താണത്. ആ വെള്ളം കുടിച്ച് ഇരുന്നിട്ട് കഴിഞ്ഞ ദിവസം ഞാൻ എന്ത് ചെയ്തു, ഇന്ന് എന്തെല്ലാം ചെയ്യണം, ഇന്ന് എന്റെ ആരാധനയുടെ റൂട്ട് എന്തായിരിക്കണം, ഇതും സുബഹിക്ക് മുമ്പ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നങ്ങനെ ഇരുന്ന് ആലോചിക്കും. കഴിഞ്ഞ ദിവസത്തേക്ക് പാളിച്ചകൾ, ഹബീബിന് പാളിച്ചതൊന്നുമല്ല, മാനുഷികമായ ചില വിഷയങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന് എന്തെല്ലാം ചെയ്യണം, ആ ടൈം ടേബിൾ സുബഹി ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് ഈ തേൻ കലക്കിയ വെള്ളം കുടിച്ചിട്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ആലോചിക്കും. അല്ലെങ്കിലും നമ്മുടെ ജീവിതത്തിലെ വളരെ വലിയ ഒരു പ്രധാനപ്പെട്ട വിജയത്തിന്റെ സീക്രട്ടാണ് മുഹാസബ. മുഹാസബ എന്ന് പറഞ്ഞാൽ സ്വന്തത്തെ അങ്ങനെ ആലോചിക്കുക. ജൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ തന്റെ അദിഖിയയിൽ പറയുന്നുണ്ടല്ലോ, ദവാമൻ ബിൽ മുഹാസബത്തി ലതി തൻഹാക തഖസീറൻ ജറാ വതസാഹുല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മൾ എന്തൊക്കെ ചെയ്തു എന്നാലോചിക്കും. ഞാൻ ഉറങ്ങാൻ കിടക്കുമ്പോ ഞാൻ ഇന്ന് എന്തൊക്കെ ചെയ്തു, ഞാൻ ആരോടൊക്കെ നിന്ന് വളർത്തിയിട്ടുണ്ട്, ഞാൻ കുറെ നിസ്കരിക്കാനൊക്കെ പോയിട്ടുണ്ടല്ലോ, ആത്മാർത്ഥത ഉണ്ടായിട്ടുണ്ടോ, ഞാൻ ഫോൺ മിസ്യൂസ് ചെയ്തിട്ടുണ്ടോ, ഇങ്ങനെ നമ്മൾ ചെയ്തതിനെ പറ്റി ഒരു മുഹാസബ വലിയ സുന്നത്താണ്. ഒരുപാട് സമയം ഇരുന്ന് താൻ ചെയ്തതിനെ പറ്റി ആത്മവിചാരണ നടത്തും. സ്വന്തത്തെ ചോദ്യം ചെയ്യും, ഞാൻ ചെയ്തത് ശരിയായില്ലല്ലോ, ഈ അവിടെ എങ്ങനെ ഇടപെടുകയാണെങ്കിൽ ഒന്നുകൂടെ നന്നായിരുന്നല്ലോ. തങ്ങളത് നടത്തും. അങ്ങനെ മുഹാസബൊക്കെ കഴിയുമ്പോഴേക്ക് സുബഹി വാങ്ങും. ആരാ വാങ്ങ് കൊടുത്തിട്ടുണ്ടാവുക? ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു സുബഹിന്റെ ബാങ്ക് കൊടുത്താൽ സുബഹിയുടെ സുന്നത്തും ഹബീബ് നിസ്കരിക്കും വീട്ടിൽ. സുബഹിയുടെ സുന്നത്തും വീട്ടിൽ നിന്ന് നിസ്കരിച്ചുകൊണ്ട് നബിയുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുബഹി ബാങ്ക് കൊടുക്കുന്ന നിസ്കരിച്ച് നേരത്തെ തന്നെ വരണം, അല്ലെങ്കിൽ ബാങ്ക് മുടങ്ങിപ്പോകും. അല്ലാത്തവരൊക്കെ സുന്നത്തും കൂടെ വീട്ടിൽ നിന്ന് നിസ്കരിച്ച് വരലാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചത്. വന്നിട്ട് സുബഹി വീട്ടിൽ നിന്ന് നിസ്കരിക്കുമ്പോൾ സുബഹിന്റെ മുമ്പുള്ള സുന്നത്ത് അതിലെ ഒന്നാമത്തെ റക്അത്തിൽ ഏതോരും സുബഹിന്റെ മുമ്പുള്ള സുന്നത്തിൽ ഒന്നാമത്തെ റക്അത്തിൽ അലം നശ്റഹു ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, രണ്ടാമത്തെ റക്അത്തിൽ അലം തറയും ഖുൽ ഹുവല്ലാഹു അഹദ്. ഈ രണ്ട് സൂറത്തും ഹബീബിന്റെ പതിവായിരുന്നു. പരിശുദ്ധമായ സുബഹിക്ക് മുമ്പുള്ള സുന്നത്താണ്. സുന്നത്തുകളിൽ അതിശ്രേഷ്ഠമാകുന്ന ഒരു സുന്നത്ത്. അതിലൊന്നാമത്തെ റക്അത്തിൽ അലം നശ്റഹു ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, രണ്ടാമത്തേതിൽ അലം തറയും ഖുൽ ഹുവല്ലാഹു അഹദ്. ഫത്വൽ മുഈൻ ഈ ചർച്ച കൊണ്ടുവരുന്ന ഭാഗത്ത് പറയുന്നുണ്ട്, ബാസൂർ പൈസ വരാതിരിക്കാൻ, മൂലക്കുകളുടെ ബുദ്ധിമുട്ട് വരാതിരിക്കാൻ ഇത് വളരെ വലിയ നല്ലൊരു മരുന്നാണ്. ഇതൊരു മുജറബായ വിഷയം കൂടെയാണ്. എന്റെ ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്, അവസാന കുടുംബത്തിൽ എല്ലാവർക്കും ഈ ഒരു പരീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ ഉസ്താദ് ഇത് കേട്ടത് മുതൽ ഒരു പ്രൊഫസറാണ്, ഇത് ചെയ്യാറുണ്ട്, അദ്ദേഹത്തിന് ബുദ്ധിമുട്ട് വന്നിട്ടില്ല. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു ഭാഗ്യം നൽകട്ടെ. ഒന്നാമത്തെ റക്അത്തിൽ അലം നശ്റഹ് ലക സദ്റക കൂടെ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, രണ്ടാമത്തെ റക്അത്തിൽ അലം തറയും വിശുദ്ധമായ ഖുൽ ഹുവല്ലാഹു അഹദ്. അത് നിസ്കരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നൊന്ന് ദുആ ചെയ്യാൻ
സുന്നത്ത് നിസ്കാരത്തിന്റെയും ഇഖാമത്തിന്റെയും ഇടയിലുള്ള പ്രാർത്ഥന മുസ്തജാബാണെന്ന് ഉലമാവ് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഉസ്താദുമാരൊക്കെ പലപ്പോഴും ഇത് ശീലിപ്പിക്കുമായിരുന്നു. സുന്നത്ത് നിസ്കരിച്ച് ഇഖാമത്തിന്റെ ഇടയിലുള്ള ആ സമയം വളരെ ബ്യൂട്ടിഫുൾ ആണ്, എഫക്റ്റീവ് ആണ്. ആ സമയത്തുള്ള പ്രാർത്ഥന നടത്തുമായിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് വരും. നമുക്കറിയാം ഹബീബിന്റെ വീടും പള്ളിയും വളരെ അടുത്താണെങ്കിൽ ഇങ്ങനെ ഒട്ടിയിട്ടല്ല, അതിനിടയിൽ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഇടത് കാല് വെച്ച് പള്ളിയിലേക്ക് കയറുമ്പോ വലത് കാല് വെക്കുമായിരുന്നു. പിന്നെ നമുക്കറിയാം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ചെറിയ വിഷയങ്ങൾക്കാണെങ്കിൽ പോലും ഇറങ്ങുമ്പോൾ ഒരു ദിക്ർ സുന്നത്തുണ്ട്. ഏതാണ്? ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ അളില്ല ഔ ഉളല്ല ഔ അസില്ല ഔ ഉസല്ല ഔ അളിമ ഔ ഉലമ ഔ അജ്ഹല ഔ യുജ്ഹല അലയ്യ. സുഖാണ്. നമ്മുടെ കമർ റെക്കോർഡ് ചെയ്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത് കൊണ്ട് അതൊക്കെ നമുക്ക് വേണമെങ്കിൽ കൃത്യമായി എഴുതിയെടുത്ത് പഠിക്കാം. തൗഫീഖ് നൽകട്ടെ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ്. വീട്ടിൽ നടക്കുമ്പോൾ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ അളില്ല ഔ ഉളല്ല ഔ അസില്ല ഔ ഉസല്ല ഔ അളിമ ഔ ഉലമ ഔ അജ്ഹല ഔ യുജ്ഹല അലയ്യ. റിയാദുസ് സ്വാലിഹീനിൽ പഠിച്ചിട്ടുണ്ട്. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അങ്ങനെ അതൊക്കെ ചൊല്ലി പള്ളിയിലേക്ക് കയറിയാൽ എന്ത് സുന്നത്തുണ്ട്? തഹിയ്യത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കും. ഇനി നമ്മളിപ്പോ വേറെന്തെങ്കിലും സുന്നത്ത് നിസ്കരിക്കുകയാണെങ്കിൽ അതിന്റെ കൂടെ എന്ത് കരുതിയാൽ മതി? തഹിയ്യത്തും കൂടെ കരുതിയാൽ തഹിയ്യത്തിന്റെ പുണ്യവും കിട്ടും. എന്താ തഹിയ്യത്തിന്റെ അർത്ഥം? അഭിവാദ്യം. അഭിവാദ്യം, ഒരു അഭിവാദ്യം അറിയിക്കുന്ന ഗ്രീറ്റിംഗ് ആണ് തഹിയ്യത്ത്. അല്ലാഹുള്ള അഭിവാദ്യം പള്ളിയിൽ കയറിയാൽ അത് വലിയ സുന്നത്താണ്. തങ്ങൾ അങ്ങനെ തഹിയ്യത്ത് നിസ്കരിക്കുമ്പോഴേക്ക് അത് കഴിയുമ്പോഴേക്ക് ബിലാൽ തങ്ങൾ റളിയല്ലാഹുവിന്റെ പള്ളിയിൽ ഇഖാമത്ത് കൊടുക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇമാമായി നിൽക്കും. യാത്രയോ മറ്റോ തിരക്കില്ലെങ്കിൽ സുബ്ഹിക്ക് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഅ്മൂമിങ്ങളുടെ സ്ഥിതിയൊക്കെ അറിഞ്ഞ് കുറച്ചുകൂടെ നീട്ടാൻ പറ്റിയ സമയമാണെങ്കിൽ കുറച്ച് വലിയ സൂറത്ത് സുബ്ഹിക്ക് ഓതുമായിരുന്നു. ആരാണ്? ഇമാം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നിസ്കാര ശേഷം പിന്നെ ഹബീബ് ചെയ്യുന്ന ഒരു റുട്ടീൻ നമ്മുടെ ഇവിടെ കൂടുതൽ കാണുന്നില്ല, പക്ഷെ മലപ്പുറം ഏരിയകളിലൊക്കെ പലപ്പോഴും പള്ളികളിൽ അത് സജീവമാണ്. സുബഹി കഴിഞ്ഞാലും പിന്നെ ഇശ്റാഖ് വരെ പള്ളിയിൽ നിന്ന് അങ്ങനെ ഇരിക്കും. അത് വലിയൊരു പുണ്യാണ്. എന്നിട്ട് ഇരുന്നിട്ട് അദ്കാറുകളും ഔറാദുകളും ഒക്കെ അങ്ങനെ ചെയ്യും. ഇവിടെ ഒറ്റപ്പെട്ട ആളുകളൊക്കെ ഉണ്ട്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. സുബഹി കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞാലും ഇശ്റാഖ് സൂര്യൻ ഉദിച്ച് ഇശ്റാഖ് നിസ്കരിക്കുന്നത് വരെ പള്ളിയിൽ തന്നെ ഇരുന്ന് ഔറാദുകൾ അങ്ങനെ ചൊല്ലും. സ്വഹാബാക്കളിലും ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊന്നും ഇല്ലാത്തവർ അവിടെ ഇരിക്കും. എന്നിട്ട് അവരും ചൊല്ലും. ചിലപ്പോ ആ സമയത്തിനിടയിൽ അവർ ജാഹിലിയ്യ കാലത്ത് സംഭവിച്ച ഒരേ പൊട്ടത്തരങ്ങൾ അതൊക്കെ പറഞ്ഞ് റസൂലുള്ളാഹിനെ കേൾപ്പിക്കും. റസൂലുള്ളാഹി ഒന്നും മൃദുലമായി നൈസായിട്ട് അവർക്ക് ചിരിച്ചു കൊടുക്കുകയും ചെയ്യും. അങ്ങനെ ഇശ്റാഖ് 2 റക്അത്ത് നിസ്കരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ പള്ളിയിൽ ഇരിക്കുമ്പോൾ അപ്പോഴേക്കും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാനുള്ളവരിങ്ങനെ എത്തിയിട്ടുണ്ടാവും. ആളുകളെത്തി ആളുകളോട് അവരുടെ വിഷയങ്ങളൊക്കെ പറഞ്ഞ് ചർച്ച ചെയ്ത് ഇശ്റാഖ് കഴിഞ്ഞിട്ട് ആളുകൾക്ക് വേണ്ടി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമയം മാറ്റിക്കൊടുത്ത് പിന്നെ കൂടുതൽ ആളും തിരക്കൊന്നുമില്ലെങ്കിൽ പെട്ടെന്ന് വീട്ടിലേക്ക് പോകും. വീട്ടിലേക്ക് പോയിട്ടോ അവിടെ പിന്നെ ഹബീബിന്റെ പണി, ലോകനായകന്റെ പണി, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പണി ഫീ മിഹ്നതി അഹ്ലിഹി, തന്റെ കുടുംബത്തെ സഹായിക്കുമായിരുന്നു. എന്തെയും തങ്ങൾ ഓരോ ദിവസം ഓരോ ഭാര്യമാരാണല്ലോ, അവിടെ പോയിട്ട് അവിടുത്തെ വീടടിച്ച് വൃത്തിയാക്കും. തന്റെ ചുരുട്ടിനെ സ്വന്തം കുത്തി നന്നാക്കും. ആടിനെ കറക്കും.
വസ്ത്രം അലക്കും, വീടിന്റെ സേവനങ്ങളിൽ വളരെ സജീവായിരുന്നു. അതിന്റെ ശേഷം മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ കുറച്ച് സമയം ഭാര്യമാരോടൊപ്പം പണികളിലൊക്കെ വളരെ സജീവായി കൊടുത്ത് പിന്നെ ളുഹ നിസ്കരിക്കും. ളുഹ എല്ലാ സുന്നത്തും ഇവിടെ നിസ്കരിക്കലാണ് നല്ലത്. ഇവിടുന്നാണ് സുന്നത്തുകളൊക്കെ വീട്ടിൽ നിന്നാണ്. ഇല്ല ളുഹ ഒഴികെ ളുഹ വീണ്ടും പള്ളിയിൽ വെച്ചാണ് ഏറ്റവും നല്ലത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ളുഹ കാന യുസല്ലു ളുഹ അർബഅൻ 4 റക്അത്ത് നിസ്കരിക്കുമായിരുന്നു. ചിലപ്പോ അത് കൂടിയാൽ 8 റക്അത്തായിട്ട് വരും. അതുകൊണ്ട് തന്നെ ളുഹ ചുരുങ്ങിയത് 2ഉം കൂടിയത് 8ഉമാണ്. ചിലപ്പോ ആദത്തായിട്ട് പതിവായിട്ട് 4 റക്അത്ത് നിസ്കരിക്കുമായിരുന്നു. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ളുഹ സമയം വരെ എത്തിയപ്പോൾ അപ്പോൾ പെട്ടെന്ന് പറഞ്ഞ് നമുക്ക് തീർക്കാം. അങ്ങനെ ളുഹയും കഴിഞ്ഞ് പിന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. എന്താണ് ഒരു 8-9 സമയമായി. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുടിച്ചത് തേൻ കലക്കിയൊരു വെള്ളമായിരുന്നു. പിന്നെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു 7 ഈത്തപ്പഴം നിസ്കാരവും കഴിഞ്ഞ് ഒരു 7 ഈത്തപ്പഴവും പാലും ഇതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു മെയിൻ ഫുഡ്. അത് ചിലപ്പോൾ ഈത്തപ്പഴം ആ പാലിലിട്ട് എന്നിട്ട് ആ പാലിലിട്ട് ദ്രവിപ്പിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിക്കും. ചിലപ്പോൾ ആ സമയത്ത് ഉണക്കമുന്തിരി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിക്കുമായിരുന്നു. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സാധാരണ 7 ഈത്തപ്പഴവും അതും ഏതായിരിക്കും ഈത്തപ്പഴം? അജ്വ അല്ലേ? ആ ഈത്തപ്പഴമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിഫർ ചെയ്യാറുള്ളത്. അതും പാലും കുടിക്കും. അങ്ങനെ ശേഷം ഹബീബ് ജോലികളിൽ വ്യാപൃതനാകും. എന്തായിരുന്നു ഹബീബിന്? 3 തരം ജോലി ഉണ്ടായിരുന്നത്. അത് നുബുവത്തിന്റെ മുമ്പ്. നുബുവത്തിന്റെ ശേഷം പിന്നെ ഹബീബ് പ്രബോധനങ്ങളിൽ സജീവമായിരുന്നു. നുബുവത്തിന് മുമ്പ് 1 കച്ചവടക്കാരനായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ കച്ചവടം, ഖദീജ ബീവിയുടെ കച്ചവട സംഘത്തിലൊക്കെ പോയി. അതിനിടയിലാണല്ലോ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജ ബീവി മനസ്സിലാക്കുന്നതൊക്കെ. 1 കച്ചവടം, രണ്ടാമത്തത് ആട് മേക്കുമായിരുന്നു. ഖദീജ റളിയല്ലാഹു അൻഹ കച്ചവട സംഘത്തിൽ പുറപ്പെടുന്നതിന് മുമ്പ് പുറമെ ഹബീബ് ചെയ്തിരുന്നത് ആട് മേക്കലായിരുന്നു. ആമിന ബീവി വിട പറഞ്ഞപ്പോ ആമിന ബീവിയുടെ വീടും ഉണ്ടായിരുന്ന 5 ഒട്ടകവും കുറച്ച് ആടുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അനന്തരമായി കിട്ടിയിരുന്നു. ആമിന ബീവി എന്ന ഉമ്മയുടെ വീട്ടിലായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞിരുന്നത്. ആ ഉണ്ടായിരുന്ന ആടുകൾ മേക്കുമായിരുന്നു. കച്ചവടം, ആട്. ചിലപ്പോഴൊക്കെ മറ്റുള്ളവരെ സഹായിക്കാൻ പോകും. മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ ചിലപ്പോൾ കൂലി വാങ്ങും, ചിലപ്പോൾ കൂലി വാങ്ങൂല. എത്രത്തോളം? ഒരു ജൂതന്റെ കിണറിൽ നിന്ന് വെള്ളം കോരി കൊടുത്തുവരെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹായിച്ചിരുന്നു. ഇങ്ങനെ ആളുകളെ സഹായിച്ചുകൊണ്ടും അതിൽ നിന്ന് അവർ നൽകുന്ന ചെറിയ കൂലിയും ഇതായിരുന്നു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജോലി. നുബുവത്തിന്റെ ശേഷമോ ഹബീബ് ജോലിക്ക് പോയിട്ടില്ല. ഹബീബ് മുഴുവൻ സമയവും ദഅവത്തായിരുന്നു, പ്രബോധനമായിരുന്നു, ദീനീ കാര്യങ്ങളിൽ സജീവമായിരുന്നു. അപ്പൊ ഹബീബ് ജീവിച്ചത് എങ്ങനെയാണ്? ഖദീജ റളിയല്ലാഹു അൻഹ കൊടുത്തിരുന്ന ആ മുതൽ അതിൽ നിന്നെടുത്ത് ജീവിക്കും. അല്ലെങ്കിൽ സ്വഹാബാക്കൾ ഹബീബിന് നൽകുന്ന ഹദിയകൾ, അതല്ലെങ്കിൽ യുദ്ധത്തിന്റെ 5-1 ഹബീബിനുണ്ടല്ലോ ഖുംസ് എന്ന് പറയും. ഇതിൽ നിന്നൊക്കെയായിരുന്നു ഹബീബ് തന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത്. അതിന്റെ ശേഷം ജോലിക്ക് പോയിട്ടില്ലായിരുന്നു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ അതിന്റെ ശേഷം ദുആയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ജോലികളൊക്കെ കഴിഞ്ഞ് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും ആളുകൾക്ക് വേണ്ടി അങ്ങനെ ഇരുന്നു കൊടുക്കും. ഇരുന്നു കൊടുത്തിട്ട് അവരുടെ ഹബീബ് അവർക്ക് വേണ്ട വിഷയങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. അതിനിടയിൽ പ്രധാനമായിട്ടും സുഫത്തിന്റെ അഹലുകാരുണ്ടായിരുന്നു. അന്നേണ്ട് ഇങ്ങനെ പള്ളിയിൽ ഇരിക്കാന്ന് പറഞ്ഞാൽ ഇത് പുതിയതായി വന്നതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ കുറച്ച് സ്വഹാബാക്കളുടെ പരിപാടി അവർ ഫുൾ ടൈം പള്ളിയിലാണ്.
ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒഴിവ് കിട്ടിയാൽ അവർക്ക് വന്നിട്ട് ദർസ് ഓതി കൊടുക്കുമായിരുന്നു. അങ്ങനെ പഠിച്ച് മിടുക്കനായതാണ് സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ഒരു ദിവസം അബൂ ഹുറൈറ തങ്ങൾക്ക് ഭക്ഷണം കിട്ടാനിട്ട് വിശന്നിട്ട് പള്ളിയുടെ വാതിലിന്റെ അവിടെ പോയിട്ടാണ് കിടന്നു. എന്തിന്? ആരെങ്കിലും കാണുമ്പോ ഒന്ന് വിളിച്ചു കൊണ്ടുപോവാൻ. ഭക്ഷണം കിട്ടാനിട്ട് അബൂ ഹുറൈറ തങ്ങൾ അങ്ങനെ അന്ന് കൊണ്ടുപോയത് സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അവരുടെ പേരാണ് സുഫത്തിന്റെ അഹ്ലുക. ഹബീബ് തന്റെ ഈ ഡ്യൂട്ടി കഴിഞ്ഞാൽ പിന്നെ ഉടനെ വന്നിട്ട് ഇവർക്ക് അങ്ങനെ ദർസ് ഓതി കൊടുക്കും. പിന്നെയോ ദർസൊന്ന് വഴകു വേറൊന്ന് ദർസ് ശരിക്ക് ലഫ്ലൊക്കെ പറഞ്ഞ് അവർ ശരിക്ക് പഠിപ്പിച്ച് ഹബീബ് ഓതി കൊടുക്കും. പിന്നെന്നാൽ ഹബീബിന്റെ വയറ് കേൾക്കാൻ വന്ന ചിലരുണ്ടായിരിക്കും. കുറച്ചു സമയം അവർക്ക് വേണ്ടി വയറ് പറഞ്ഞു കൊടുക്കും. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ശേഷം വയറ് പറയുമ്പോ ഹബീബിന്റെ അടുക്കലേക്ക് ആരാണോ വന്നത് അവർക്കനുസരിച്ചുള്ള വയറാവും പറയും. ചിലപ്പോ കുടുംബത്തില് പ്രശ്നമുള്ളവരായിരിക്കും, അപ്പൊ കുടുംബത്തിനെ പറ്റി പറഞ്ഞു കൊടുക്കും. ചിലവരെല്ലാം ഉണ്ടായിരിക്കും. അവര് റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നാൽ റസൂലുള്ള പറയും ചൂടാവരുത് കേട്ടോ, വേറെന്തെങ്കിലും പറഞ്ഞില്ല. അപ്പോഴും പറയും ലാ തഅലബ്, ചൂടാവരുത്. നബിയെ വേറൊരു ഉപദേശം തരും. അപ്പോഴും പറയും ലാ തഅലബ്, ഈ ആകെ ചെയ്യേണ്ടത് എന്താണ്? ചൂടാകാതിരുന്നാ മതി. ബാക്കിയൊക്കെയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓരോരുത്തർക്കും വേണ്ട ഉപദേശങ്ങൾ കൊടുക്കുമായിരുന്നു. ദർസ് നടത്തി വഅദ് പറഞ്ഞ് പിന്നെ കുറച്ചു നേരം ഇങ്ങനെ ഇരിക്കും. എന്തിന്? ആളുകളുടെ പരാതികൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് അവർ പരാതി പറയുന്നത് എല്ലാ വിഷയങ്ങളും അവരുടെ അടുക്കള മുതൽ അന്താരാഷ്ട്രം വരെയുള്ള വീട്ടിലുള്ള ചെറിയ തർക്കം വരെ ഹബീബിന്റെ അടുക്കൽ വന്ന് പറയും സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിലേക്കൊക്കെ സമയ കേൾക്കുന്നല്ല, പരാതി നല്ലോണം ശ്രദ്ധിച്ച് കേൾക്കുമായിരുന്നു. കുറച്ച് കേൾക്കും, കുറച്ച് കേൾക്കാതിരിക്കും. അതല്ല ഹബീബിന്റെ കൗൺസിലിംഗ് സ്റ്റൈൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്തിമാവ് കൊടുക്കുമായിരുന്നു, നല്ലോണം ശ്രദ്ധിക്കുമായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ദർസ് നടത്തി ആളുകൾക്ക് ഉപദേശങ്ങൾ കൊടുത്ത് അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ ഇരുന്ന് സമയം 11:30 രാത്രിയല്ല, പകല് 11:30 പിന്നെ ഹബീബ് എടുക്കുന്ന ഒരു സുന്നത്തിന്റെ ദുഹൂർ വരെ ആർക്കെങ്കിലും അറിയോ? ആ ഖൈലൂലത്തുറക്ക് ദുഹൂറിന്റെ മുമ്പ് തഹജ്ജുദ് നിസ്കരിക്കുന്നവർക്ക് വളരെ സുന്നത്തുള്ള പ്രാധാന്യമുള്ള ഉറക്കാണ് ഖൈലൂലത്ത്. ദുഹൂറിന്റെ മുമ്പ് 1.5-3 മണിക്കൂർ ഉറക്ക്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, നിങ്ങൾ ഖൈലൂലത്ത് ഉറങ്ങണം. തുറങ്ങൂല. അത് പകലൊരു 10 മിനിറ്റ് ആണെങ്കിലും ഒരു 15-20 മിനിറ്റ് ഒരു ചെറിയൊരു ഉറക്ക്. അതിന്റെ പേരെന്ത? ഖൈലൂല, ചെറിയ ഉറക്കാണ്, കുറച്ചുറക്ക്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അത് ഒരുപാട് രോഗങ്ങൾക്കുള്ള മരുന്നും കൂടെയാണ്. ഒന്ന് മനസ്സറിഞ്ഞ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇറങ്ങും. ളുഹുർ ബാങ്ക് കൊടുക്കുമ്പോ ഹബീബ് സ്വയം ഉണരും. ചിലപ്പോ വലിയ റഷോ എന്തെങ്കിലും ആശങ്കയൊക്കെ ഉണ്ടെങ്കിൽ ഭാര്യമാരെ ഏൽപ്പിക്കും. ഭാര്യമാര് ളുഹറിന്റെ സമയമാകുമ്പോ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉണർത്തും. അങ്ങനെ വുളൂ എടുത്ത് വീട്ടിൽ തന്നെ സുന്നത്ത് നിസ്കരിച്ച് പള്ളിയിൽ പോയി ളുഹർ നിസ്കരിക്കും. 2 നേരമാണ് ഹബീബ് കാര്യമായിട്ട് ഭക്ഷണം കഴിച്ചത് കാണുന്നത്. ഒന്ന് അൽ അദാ എന്ന് പറഞ്ഞാൽ പ്രഭാത ഭക്ഷണം, രാവിലെയുള്ള ഭക്ഷണം. പിന്നെ പറഞ്ഞാൽ അശാ, രാത്രി ഭക്ഷണം. ഇതാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മെയിൻ ഫുഡ്. ഉച്ചക്ക് ഭക്ഷണം കഴിച്ചതായി എന്റെ ലളിതമായ പഠനങ്ങളിലൊന്നും കാണാൻ സാധിക്കുന്നില്ല. അന്വേഷിച്ചപ്പോഴും അങ്ങനെ കിട്ടുന്നില്ല. ഉച്ചഭക്ഷണം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാവിലെയും രാത്രിയും കഴിക്കും. അതിന്റെ രാത്രി കഴിക്കൽ എപ്പോഴാണ്? അല്ലെങ്കിൽ മഗ്‌രിബിന്റെ തൊട്ട് മുമ്പ്, അല്ലെങ്കിൽ മഗ്‌രിബിന്റെ ശേഷം. എന്തായാലും അൽ അശാഉ ഖബ്ല അൽ ഇശാഇ, ഇശാഇന്റെ മുമ്പാണ് അശാ. അശാ എന്ന് പറഞ്ഞാൽ രാത്രി ഭക്ഷണം. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഴിച്ചത് എത്രയോ ദിവസം. റസൂലുള്ളാഹിയുടെ ഒരു സാധാരണ റൂട്ടീന്
പക്ഷേ എന്തോ ഹബീബിന് 7 ഇത്തവണ കിട്ടിയിട്ടില്ല. ചിലപ്പോ ഇല്ല അസ്വദയും, ആകെ 2 ഒരു കാരക്കയും കുറച്ച് വെള്ളവും അതുമാത്രം കുടിച്ച് ഷഅബ് അബീ ത്വാലിബിലെ 3 മാസം പച്ചിലകൾ വരെ കഴിച്ചിട്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞു കൂടിയിട്ടുണ്ട്. പക്ഷെ സാധാരണ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലെങ്കിൽ ഒരു നോർമൽ ലൈഫാണെങ്കിൽ 2 നേരത്തെ ഭക്ഷണം, ഒന്ന് പ്രഭാത ഭക്ഷണം, മറ്റൊന്നുപോലെ മഗ്‌രിബിന്റെ മുമ്പോ മഗ്‌രിബിന്റെ തൊട്ട് ശേഷമോ കഴിച്ചിരുന്ന രാത്രി ഭക്ഷണം ഇതായിരുന്നു. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രിഫർ ചെയ്തവരും ഒന്നായിരുന്നു, ഭക്ഷണങ്ങളിൽ പ്രാധാന്യമായി കണ്ടെന്നായിരുന്നു പാല്. ഇസ്രായേൽ തന്നുപോലും ഹബീബിന് പാല് കൊടുത്തപ്പോ അത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്രാ മിഅ്റാജിന്റെ അന്നും പ്രിഫർ ചെയ്ത് കുടിച്ചത് പാലായിരുന്നു. കഴിക്കുന്ന ഭക്ഷണമാണെങ്കിലോ ആടിന്റെ ചെണ്ണ, അതിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നും കഴിച്ചെന്നല്ല, കിട്ടുമ്പോഴൊക്കെ പ്രയോറിറ്റി കൊടുത്തിരുന്നു. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അങ്ങനെ ളുഹ്ർ നിസ്കാരത്തിന്റെ ശേഷം വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുഫത്തിന്റെ അഹ്ലുകാർക്ക് ദർസ് നടത്തും. ദർസൊക്കെ നടത്തി കാര്യമായ പണികളൊന്നും ഇല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിലേക്ക് പോകും. ളുഹ്ർ മുതൽ അസ്ർ വരെയുള്ള സമയം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദീനിന്റെ ദഅവത്ത് നടത്തല്, കുട്ടികൾക്ക് ദർസോതി കൊടുക്കല്, അതുപോലെ തശ്രീഅ് ഇസ്ലാമിന്റെ നിയമനിർമ്മാണങ്ങൾ, അതുപോലെ ജിഹാദ്, അംറു ബിൽ മഅറൂഫ്, ഈ കാര്യങ്ങളിലൊക്കെ സജീവമായിരുന്നു. അങ്ങനെ അസ്റത്തി കഴിക്കാൻ അസ്ർ മുതൽ മഗ്‌രിബ് വരെ അതിന്റെ ഇടയിലാണ് ഹബീബ് രോഗികളെ കാര്യമായിട്ട് സന്ദർശിക്കുക. ഇയാദത്തുൽ മരീദ്. അസ്ർ മുതൽ മഗ്‌രിബ് വരെയുള്ള സമയം രോഗ സന്ദർശനം, അങ്ങാടിയിൽ പോയിട്ട് വല്ലതും പർച്ചേസ് ചെയ്യാനെങ്കിൽ അത് വാങ്ങൽ, അതുപോലെ സിയാറത്ത്, ഖബർ സിയാറത്തിനൊക്കെ ഹബീബ് പ്രിഫർ ചെയ്തിരുന്നു. ഉഹുദ് രണാങ്കളത്തിൽ വഫാത്തായവരുടെ അടുക്കൽ പോയി അവരെ സിയാറത്ത് ചെയ്തിരുന്നത് വൈകുന്നേര സമയത്തായിരുന്നു. ചിലപ്പോൾ കാറ്റ് കൊള്ളുമായിരുന്നു. ഖുബാ പള്ളിയുടെ അടുത്തുള്ള കിണറ്റില് അവിടെ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലം ഉണ്ടായിരുന്നു. അതിന്റെ അടുത്തിരുന്ന് ഹബീബ് ചില വൈകുന്നേരങ്ങളിൽ കാറ്റ് കൊള്ളുമായിരുന്നു. ചിലപ്പോൾ അങ്ങനെ അങ്ങാടിയിലൂടെ നടന്നു പോകും. അങ്ങാടിയിലുള്ള വിഷയങ്ങളിലൊക്കെ ഇടപെടേണ്ടതിൽ ഇടപെടും. റസൂലുള്ളാഹി പോകുമ്പോ കുറച്ച് ഒരു പൊടി, ഒരു അരിപ്പൊടിയോ മൈദപ്പൊടി ഏതോ ഒന്നിങ്ങനെ ഒരു ചാക്കിന്റെ മുകളിൽ ഇങ്ങനെ പൊന്തി നിൽക്കുന്നുണ്ട്. റസൂലുള്ളാഹിക്ക് ഒരു പന്തികേട് തോന്നിയപ്പോ അതിലേക്കൊന്ന് കൈയിട്ടു. മേലൊക്കെ നല്ല ഉണങ്ങിയ നല്ല പ്യുവറായ പൊടിയാണ്, അടിയിൽ മുഴുവനും നനഞ്ഞതാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്തിനാ എങ്ങനെ ചെയ്തത്? അയാൾ പറഞ്ഞു, മഴ പെയ്തപ്പോ എല്ലാം നനഞ്ഞുപോയി, ആളുകൾ വാങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ മേലെ മാത്രം ഉണങ്ങിയ നല്ല പൊടി ഇട്ടതാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും ചതിച്ചു കഴിഞ്ഞാൽ, കച്ചവടത്തിൽ അല്ലാത്ത വിഷയത്തിലും മറ്റുള്ളവരെ ചതിച്ചാൽ അവരെന്നിൽ പെട്ടവരല്ലെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ നബി തങ്ങളുടെ അടുക്കലേക്ക് കുടുംബ പ്രശ്നങ്ങൾ, അതുപോലെ മറ്റു പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പറയാൻ ആളുകൾ വരാറുള്ളത് ളുഹാ സമയം കഴിഞ്ഞിട്ടാണ്. എന്നാൽ ചിലത് ഹബീബ് അങ്ങോട്ട് പോയിട്ട് ഇടപെടും. ചില കുടുംബ തർക്കങ്ങൾ തീർക്കാൻ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങോട്ട് പോകും. ആ പോകുന്ന സമയം ഈ അസറിന്റെയും മഗ്‌രിബിന്റെയും ഇടയിലുള്ള സമയമാണ്. അങ്ങനെ പിന്നെ മഗ്‌രിബിന്റെ മുമ്പ് നേരത്തെ പള്ളിയിലെത്തും. അരമണിക്കൂർ മുമ്പ് വരെ എത്തുന്നത് പണ്ഡിതന്മാർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പള്ളിയിലെത്തിയിട്ട് പിന്നെ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. നമ്മളെ പാട്ടിയൊക്കെ തിരക്കുണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഗ്‌രിബിന്റെ ഒരു 10-15 മിനിറ്റ് മുമ്പ് പള്ളിയിലെത്തിയിട്ട് തസ്ബീഹ് ചെയ്യും. പിന്നെ മഗ്‌രിബ് നിസ്കരിച്ച് ഇശാ വരെ പിന്നെ മറ്റൊരു പരിപാടിയില്ല. ഓൺലി ഇബാദത്ത്, നിസ്കാരം, വിറുദുകൾ, നന്മകൾ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.
കണിയത്തു സാധ്യമാകുമ്പോഴൊക്കെ മഗ്രിബ് മുതൽ ഇശാ വരെ സുന്നത്ത് അങ്ങനെ നിസ്കരിക്കും. ശൈഖുനാ ശംസുൽ ഉലമായി ഖദ്ദസല്ലാഹു അസ്റാറഹു മഹാരഥൻ സുന്നത്ത് നിസ്കരിച്ച് പിന്നെ ഔറാദുകളിൽ മുഴുകും. ഏതായിരുന്നാലും ഷെയ്ഖാനിയൊക്കെ നമുക്ക് കാണിച്ചത് മഗ്രിബിന്റെയും ഇശാഇന്റെയും ഇടയിൽ തനി ഇബാദത്തായിരുന്നു. അങ്ങനെ ഇശാ നിസ്കരിച്ച് പ്രത്യേകമായ വിഷയങ്ങളൊന്നും ഇല്ലെങ്കിൽ, നാട്ടിൽ എന്തെങ്കിലും പ്രത്യേക വിഷയങ്ങൾ ഉണ്ടെങ്കിൽ ഇശാ നിസ്കരിച്ച് സ്വഹാബാക്കളിൽ പ്രമുഖരായ സിദ്ദീഖ് തങ്ങൾ, ഉമർ റളിയല്ലാഹു അൻഹു അവരോടൊപ്പം മുശാവറ ചെയ്യാൻ, അവരോടൊപ്പം ചർച്ച ചെയ്യാൻ ഹബീബിരുന്നത് ഇശാഇന്റെ ശേഷമാണ്. ഇശാ നിസ്കരിച്ച് കഴിഞ്ഞാൽ അതുകൂടെ നമ്മൾ മനസ്സിലാക്കണം, ഇസ്ലാമികമായിട്ട് 3 കാര്യങ്ങളാണ് പുണ്യമായിട്ട് കാണുന്നത്. ഒന്ന്, ഇശാഇന്റെ ശേഷം നമ്മുടെ ഭാര്യയുമായിട്ട് മണിക്കൂറുകളോളം സംസാരിക്കും, കുഴപ്പമില്ല. എൽമ് പഠിക്കുന്നവർക്ക് എൽമ് നേടാം. മൂന്നാമത്തത്, എന്തെങ്കിലും മസ്ലഹത്തിന്റെ ചർച്ചകളുണ്ടെങ്കിൽ അതും ഇശാഇന് ശേഷമാകാം. അതല്ലാത്ത സംസാരങ്ങളൊക്കെ ഇശാഇന് ശേഷം പുണ്യമല്ല എന്നുള്ളതാണ് ഇസ്ലാം. എൽമ് പഠിക്കാം, ഭാര്യയുമായിട്ടുള്ള സന്തോഷ വർത്തമാനങ്ങളാകാം, മസ്ലഹത്താകാം. ഇതല്ലാത്തതൊന്നും സുന്നത്തില്ല, ഇതല്ലാത്തതിലൊന്നും പുണ്യവുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വല്ല വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് സഹാബാക്കളുമായിട്ട് ഡിസ്കസ് ചെയ്യും. ഇനി പ്രത്യേകിച്ച് തിരക്കൊന്നുമില്ലെങ്കിൽ 1 മണിക്കൂർ വരെ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, മൈമൂന ബീവി തന്നെ പറയുന്നുണ്ട്, ഇശാ കഴിഞ്ഞിട്ട് സാഅത്ത് 1 മണിക്കൂറൊക്കെ എന്നോട് സമറ എന്ന് പറഞ്ഞാൽ രാക്കഥ പറഞ്ഞിരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ചരിത്രം മാത്രമല്ല, കഥകൾ, വർത്തമാനങ്ങൾ, ഭാര്യയോടൊപ്പമുള്ള സല്ലാപങ്ങൾ, ഇതൊക്കെ 1 മണിക്കൂർ വരെ തങ്ങൾ നടത്തിയത് ഇശാഇന്റെ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തുമായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞാൽ ഹബീബ് വളരെ നേരത്തെ ഉറങ്ങും. എന്നിട്ട് ഉറങ്ങുമ്പോഴുള്ള ദിക്റുകളൊക്കെ ചൊല്ലും. പിന്നെ അതുപോലെ 3-1 ഉറങ്ങി വളരെ നേരത്തെ എണീറ്റ് വീണ്ടും ഇബാദത്തിൽ സജീവമാകും. കാന യനാമു മുബക്കിറൻ, വളരെ നേരത്തെ ഉറങ്ങും. വയസ്തൈഖദു മുബക്കിറൻ, വളരെ നേരത്തെ എണീക്കുകയും ചെയ്യുമായിരുന്നു. നമ്മൾ ഇന്ന് മൊബൈൽ ഫോൺ വന്നതിന് ശേഷം വലിയൊരു ദുര്യോഗമായി പോയി. ഇനി നേരത്തെ എണീക്കുന്നവർ പോലും ഈ ഫോണിൽ ഇരുന്ന് ഒരുപാട് സമയം പോവുകയാണ്. അല്ലാഹു നേരത്തെ ഉറങ്ങാനും നേരത്തെ എണീക്കാനും നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അൽഹംദുലില്ലാഹ്. നമ്മൾ പോകും, സമയം വൈകിയിട്ടുണ്ട്. അല്ലാഹു നമുക്ക് നമ്മുടെ ഈ സദസ്സ് നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. അല്ലാഹു നമ്മിൽ നിന്ന് കബൂലാക്കട്ടെ. ഒരു 3 സ്വലാത്ത് ചൊല്ലി നമുക്ക് ദുആ ചെയ്യാം. സ്വല്ലല്ലാഹു